ഹലോ ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടായിരിക്കും വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തൊക്കെ കണ്ടന്റ് ആണല്ലോ ഒരാൾ ഇറക്കണേന്നുള്ളത്. ഇതിൽ എന്നെ കുറ്റം പറയണ്ട. എനിക്കൊരു കമൻറ്റ് കണ്ടിട്ട് ഈ ഒരു കുട്ടി ചോദിച്ചതാണ്. അപ്പോൾ ഈ കുട്ടീനെ കുറ്റം പറഞ്ഞോളൂ. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു തമ്മിലല്ലോ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളത്, ഇന്ന് എനിക്ക് പീരീഡ്സ് ആയി ഗൈസ്. പിന്നെ ഈ വീഡിയോ ചെയ്യാൻ ഈ കുട്ടി പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, ഇതിൽ വേറൊരു കാരണം കൂടി ഉണ്ട്. എന്താണെന്ന് ഗസ് ചെയ്യാവോ? ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കണം കണ്ടിട്ടും നിങ്ങൾക്ക് ഗസ് ചെയ്തൂടെ? കാരണം എനിക്കിന്ന് പെയിൻ ഇല്ല ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും പീരീഡ്സ് ആയിട്ട് രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ ആയിരിക്കും എന്ന്. അല്ല, ഇന്ന് ആദ്യത്തെ ദിവസമാണ്. കുറച്ച് മുന്നേ എനിക്ക് പീരീഡ്സ് ആയത്. പെയിൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. കാരണം പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കിടക്കാനേ പറ്റത്തുള്ളൂ, സംസാരിക്കാൻ പോലും മര്യാദക്ക് പറ്റത്തില്ല. പക്ഷെ ഇന്ന് എനിക്ക് പെയിൻ ഉണ്ടോയെന്ന് വെച്ചാലുണ്ട്, പക്ഷെ ഓവർ പെയിനൊന്നും ഇല്ല. അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ വർക്കൗട്ടും ഡയറ്റും ഇപ്പോഴായിരിക്കും ഏറ്റിട്ടുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം, മെയിൻ കാര്യം ഇതൊന്നുമല്ല ഗൈസ്. നിങ്ങൾ ഈ മരുന്ന് കണ്ടിട്ടുണ്ടോ? ഈ മരുന്നിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷുഗർ കട്ട് എടുക്കുന്ന വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു മരുന്ന് കഴിച്ചാലേ എനിക്ക് പീരീഡ്സ് ആവുള്ളൂ എന്ന്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് പീരീഡ്സ് ആയത് ഈ ഒരു മരുന്ന് കഴിക്കാണ്ടാണ്. ഈ മരുന്ന് ഞാൻ പൊട്ടിച്ചിട്ടില്ല, തുറക്കാൻ പോലും പറ്റണില്ല. പൊട്ടിച്ചിട്ട് പോലുമില്ല. എൻ്റെ പഴയ സ്റ്റോക്ക് തീർന്നിട്ട് പുതിയത് നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ്. സാധാരണ എനിക്ക് ഈ മരുന്ന് കഴിച്ചാൽ പീരീഡ്സ് ആവുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഷുഗർ കട്ടും ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്തു. വെറും 2 ആഴ്ച ചെയ്തുള്ളൂ. പക്ഷെ 2 ആഴ്ചത്തെ എഫക്റ്റ് എനിക്കിന്ന് പീരീഡ്സിലൂടെ കിട്ടി. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഫുള്ളും ഞാൻ വൃത്തിയായിട്ട് ഫുഡ് കഴിച്ചു. അതിൻ്റെ എഫക്റ്റ് അടുത്ത ആഴ്ച എനിക്ക് കിട്ടും കുരുക്കളിലൂടെ. ഇപ്പം എൻ്റെ മുഖം അത്യാവശ്യം ക്ലിയറാണ്, കണ്ടാലറിയാം. പക്ഷേ അടുത്ത ആഴ്ച ചെയ്യുമ്പോഴേക്കും ഇതൊക്കെ തടിച്ച് പൊന്തും. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനിയും നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ മരുന്നിനെ പറ്റിയിട്ട് കുറേ പെൺപിള്ളേർ എന്നോട് ചോദിച്ചായിരുന്നു ഏതാണ് മരുന്ന്. ദിസ് ഈസ് ഹോമിയോ മരുന്നാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയതാണ്. ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയ മരുന്നാണ്. ഇത് നല്ല മരുന്നാണ് ഗൈസ്. കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സിന് PCOD ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഈ ഒരു മരുന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വരണമെന്നില്ല, എല്ലാ ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിലും ഈ ഒരു മരുന്ന് കിട്ടുമായിരിക്കും. ഞാനിവിടെ വെട്ടിയൊട്ടിച്ചേക്കാം. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലിലും ഇത് കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങളിത് ചോദിക്കുക. കാരണം എനിക്ക് PCOD തുടങ്ങിയ കണ്ടുപിടിച്ച ടൈമിൽ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, ഇംഗ്ലീഷ് മരുന്നെന്നല്ലേ പറയാം, അതാണ് ഞാൻ കഴിക്കാറ്. ഒരു ഗൈനക്കിനെ കണ്ടിട്ട് ഗൈനക്ക് പറയുന്ന കുറേ കെട്ടുകണക്കിന് മരുന്നുണ്ടായിരുന്നു എനിക്ക് ഗൈസ്. ആ ഒരു കുഞ്ഞു പ്രായത്തിൽ കെട്ടുകണക്കിന് മരുന്ന് ഞാൻ കഴിക്കുമായിരുന്നു. പാവൻ ഞാൻ. എനിക്കത് ഒരു ട്രോമയാണ്. മരുന്ന് കഴിക്കണത് എനിക്ക് ഓൾറെഡി ഇഷ്ടമല്ല. ഹോമിയോ ഒക്കെയത് എന്താണ്, മിഠായി പോലത്തെ മരുന്നായതുകൊണ്ടാണ്. അത് വിട്. ആ കെട്ടുകണക്കിന് മരുന്ന് ഞാൻ കഴിക്കുമായിരുന്നു. അങ്ങനെ കഴിച്ചിട്ടും കഴിക്കുമ്പോഴേ എനിക്ക് പീരീഡ്സ് ആവാറുള്ളൂ. ഒരു മരുന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, പേരൊന്നും മറന്നുപോയി. ആ മരുന്ന് കഴിച്ചാൽ പീരീഡ്സ് ആവും, കഴിച്ചില്ലെങ്കിൽ പീരീഡ്സ് ആവില്ല. 64 കിലോ ഇരുന്നു അന്ന് എനിക്ക്. ഡോക്ടർ എന്നോട് പറഞ്ഞ 60 കിലോ വെക്കണം എന്ന്. എന്നിട്ട് ഞാൻ 1 മാസം പട്ടിണിയല്ല കേട്ടോ, ഡയറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കി, നൂഡിൽസ് ഒഴിവാക്കി, എണ്ണപ്പലഹാരങ്ങൾ ഒഴിവാക്കി, ചോറ് കുറച്ചു. അങ്ങനെ ഞാൻ ഡയറ്റ് ചെയ്തു, രാവിലെ വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് 2 കിലോ കുറഞ്ഞുള്ളൂ. പക്ഷെ ഡോക്ടർ എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം അത്രയെങ്കിലും കുറച്ചല്ലോ. കാരണം ഭയങ്കര പാടാണ് എനിക്ക് വണ്ണം കുറയാൻ. എനിക്ക് വെയിറ്റ് കുറയാൻ ഭയങ്കര പണിയാണ്. ഇപ്പോഴാണ് ഇത്തിരി കൂടി കുഴപ്പമില്ലാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ എന്നിട്ട് എനിക്ക് പീരീഡ്സ് ആവാത്തത് കണ്ടപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഹോർമോൺ ഗുളിക സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അതിലൂടെ ഞാൻ നിർത്തി. കാരണം ഓൾറെഡി കൊട്ടക്കണക്കിന് മരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഹോർമോണും കൂടി വലിച്ച് കയറ്റിയാൽ ഞാൻ എങ്ങനെ ഇരിക്കും? എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് പറ്റൂലായിരുന്നു. പോരാത്തതിന് ആ മരുന്നിനെ കൊടുക്കത്ത റേറ്റും ഗൈനക്കിനെ കാണാൻ എക്സ്ട്രാ റേറ്റും, അങ്ങനെ കുറേ പൈസ എൻ്റെ വീട്ടുകാരുടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ ഹോർമോൺ ഗുളിക സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു അത് വേണ്ട, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണ്ട, ഇപ്പോൾ അല്ലാണ്ട് ആയുർവേദം നോക്കാൻ പറഞ്ഞു. പക്ഷേ ആയുർവേദത്തിനേക്കാളും ഹോമിയോ മരുന്നിനാണ് ടേസ്റ്റ് കൂടുതൽ. ഞാൻ പറഞ്ഞു നമുക്ക് ഹോമിയോ നോക്കാം, എന്നിട്ട് ആയുർവേദത്തിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഹോമിയോ മരുന്ന് കഴിക്കുക. അപ്പം ആകെ ഒരു തുള്ളി മരുന്നും പിന്നെ ഒരു മിഠായി പോലത്തെ മരുന്നും, അതാണ് എനിക്കിഷ്ടം. തുള്ളി മരുന്നും കുഴപ്പമൊന്നുമില്ല, 5 തുള്ളി കുടിക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ തുള്ളി മരുന്നാണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ആയില്ലെങ്കിൽ മാത്രം തുള്ളി മരുന്ന് കഴിച്ചാൽ മതി. മറ്റേന്ന് വെച്ചാൽ ഇന്നും കഴിക്കണം.
എന്നും കഴിക്കാനുള്ള മരുന്ന് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ പീരീഡ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് മറന്നുപോയി. അപ്പം ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെനിക്ക് പീരീഡ്സ് ആവണം, കറക്റ്റായിട്ട് പീരീഡ്സ് ആവണം. എങ്ങാനും പീരീഡ്സ് ആയില്ലെങ്കിൽ തുള്ളിമരുന്നും കൂടി കഴിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് എൻ്റെ വേറെ PCOD ഉള്ള ഒരു കൂട്ടുകാരി, എൻ്റെ ഒരു കസിൻ, അവൾ എൻ്റെ അവിടെ വന്ന് വാങ്ങി, അവൾക്കും നല്ല റിസൾട്ട് കിട്ടി. എന്തോ മിറാക്കിൾ അല്ലേ. അതിനേക്കാളും അത്ഭുതമാണ് എനിക്ക് ഇന്ന് പീരീഡ്സ് ആയത് ഈ മരുന്ന് കഴിക്കാണ്ട്. കാരണം ഡയറ്റിൻ്റെയും വർക്കൗട്ടിൻ്റെയൊക്കെ എഫക്റ്റ് ഗൈസ്. മെയിനായിട്ട് ഞാൻ ആ വൃത്തികെട്ട ഫുഡ് നിർത്തിയത് കൊണ്ടാണ്. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഫുഡ് തീറ്റയാണ്. ഫുഡ് ശരിയാക്കിയാൽ ശരിയാവുമെന്ന് ഞാൻ നിങ്ങളോട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ എൻ്റെ കൺട്രോൾ പോയിട്ടാണ് ഞാൻ വീണ്ടും മിഠായിക്ക് വലിച്ചേരി തിന്നത്. ഓക്കെ, ഇനി ഞാൻ വലിച്ചേരി തീറ്റ കുറക്കും. ഇനി ഞാൻ ഡയറ്റ് ഷുഗർ കട്ടല്ല, കുറക്കലാണ് ചെയ്യാറ്. ഇന്നെനിക്ക് പീരീഡ്സാണ്, അപ്പോൾ ഇന്ന് ഞാൻ മധുരം കഴിക്കും കേട്ടോ, ക്ഷമിച്ചേക്ക്. ഇന്നെനിക്ക് ഇതുവരെ കുഴപ്പമില്ല, ഇതുവരെ ഞാൻ ഭയങ്കര നോർമലാണ് കൈ. സാധാരണ എനിക്ക് എന്തോ ഭ്രാന്ത് പിടിച്ച പോലെയാണ് പീരീഡ്സ് ഫസ്റ്റ് ഡേ. എനിക്കിഷ്ടമല്ല, എനിക്ക് ആരോട് സംസാരിക്കണത് പോലും ഇഷ്ടമല്ല. കാരണം ഇപ്പോൾ വ്ളോഗിൽ സംസാരിക്കണത് എന്താണ്, എന്നോട് തിരിച്ചാരൊന്നും പറയത്തില്ല. പക്ഷെ ഇന്ന് പെയിനും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത ദിവസം എനിക്ക് അധികം ആർഗ്യുമെൻറ്റിലോട്ട് പോകാണ്ടിരിക്കണതാണ് ബെറ്റർ, എനിക്കും ഓപ്പോസിറ്റിലിരിക്കുന്ന ആൾക്കും. പേടിച്ചു ഗൈസ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ നോർമലാണ്. എൻ്റെ കൈവേദന എടുക്കുന്നു ഗൈസ്. അപ്പോൾ സിനിമ തീർന്ന ഗൈസ്, ഇത് പുതിയ നിയമം ഞാൻ ഇന്നലെ കണ്ടു തുടങ്ങിയതാണ്, തീർക്കാൻ പറ്റിയില്ല. രാവിലെ എണീറ്റിട്ട് വീണ്ടും കാണാൻ വെച്ചതാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ കാണണമെന്നൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ, നിങ്ങളെല്ലാ വ്ളോഗിലും കണ്ടിട്ടുണ്ടാവും, ഒരു ലാപ്പിൽ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എപ്പോഴും ലാപ്പിൽ എന്തെങ്കിലുമൊക്കെ ഓടിക്കൊണ്ടിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, ഒച്ച എനിക്ക് കേൾക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന ടൈമിൽ ലാപ്പിൽ റീൽസ് വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് എനിക്ക് കേട്ടുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഇതൊക്കെ പ്രാന്തിൻ്റെ ലക്ഷണങ്ങളാണ്. സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ഇത് പിന്നെ സൗണ്ട് വ്ളോഗ് എടുക്കണോണ്ട് കുറച്ച് വെച്ചേക്കണം. ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കൊന്നുമില്ല, എന്നാലും റൂമിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാവണം. എനിക്കധികം സംസാരിക്കാൻ പറ്റണില്ല, എൻ്റെ എനർജി പോണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരും. ഓക്കെ, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫ്. വ്യത്യാസം ഉണ്ടല്ലോ ഇന്നും. നിങ്ങൾ പാഡാണോ യൂസ് ചെയ്യാറ്, കപ്പാണോ യൂസ് ചെയ്യാറ്? അതേപോലെ തന്നെ പാഡിൽ നിന്ന് കപ്പിലോട്ട് മാറ്റുമ്പോഴേക്കും കുറേ വ്യത്യാസം ഫീൽ ചെയ്യും, കുറച്ചും കൂടി നമ്മൾ ഫ്രീ ആവും. നിങ്ങൾ കപ്പ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ. എനിക്കിതേപോലെ തന്നെ ഭയങ്കര പേടിയായിരുന്നു കപ്പ് യൂസ് ചെയ്യാൻ. ഞാൻ ജർമ്മനി വന്നിട്ടാണ് യൂസ് ചെയ്യണത്. പക്ഷെ അത് യൂസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പീരീഡ്സ് ആകുമ്പോൾ വർക്കിന് പാഡും വെച്ചിട്ട് പോകണതും ഈ 8 മണിക്കൂർ 9 മണിക്കൂർ കണ്ടിന്യൂസ് നിൽക്കണമൊക്കെ ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കപ്പിലോട്ട് മാറ്റിയത്. പക്ഷേ ഗൈസ്, സീരിയസ്ലി അടിപൊളിയാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ആദ്യത്തെ ഒരു സൈക്കിളിൽ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായി. ആദ്യത്തെ സൈക്കിളിൽ ആദ്യമായിട്ട് വെച്ചപ്പോഴേക്കൂല്ലേ, വെക്കാൻ കഷ്ടപ്പാടാണ്. പക്ഷെ വെച്ച് കഴിഞ്ഞിട്ട് അത് ഇറക്കാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്, കണ്ടുപിടിക്കാൻ. ഞാൻ വിചാരിച്ച അത് പോയിന്ന്, അത് എല്ലാ പെണ്ണുങ്ങളുടെയും അവസ്ഥയാണ്. ഞാൻ വിചാരിച്ച അത് ഉള്ളിലോട്ട് പോയി എൻ്റെ വയറ്റിലെത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റും കിട്ടത്തില്ല. ഇവിടെയൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അത് പുറത്തെടുക്കാൻ പറ്റുക. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഗൈസ്. നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ, എന്ന് വെച്ചാൽ രണ്ടാമത്തെ സൈക്കിളിൽ യൂസ് ചെയ്യുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിരിക്കും. പിന്നീട് അങ്ങാട് ഓക്കെ ഇരിക്കും ഗൈസ്. ഇപ്പം എനിക്ക് ഓക്കെയാണ്. അപ്പോൾ കപ്പ് യൂസ് ചെയ്യും. എന്തായാലും നമുക്ക് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ആൾക്കാർ ഉണ്ടാക്കി വെക്കുമ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ, അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇതാണ് കുടിച്ചത്. രാവിലെ തന്നെ കുറച്ച് ചൂടുവെള്ളം, അപ്പോൾ കിട്ടുന്നൊരു സുഖം. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ഫുഡ് ഇരിപ്പില്ല. ആകെ 2 മുട്ട ഉണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ പുഴുങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, സവാള പോലും തീർന്നിരിക്കണതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ചെറുതായിട്ട് എന്തോ പെയിൻ എടുക്കണ പോലെ. ഇല്ല ഗൈസ്, പക്ഷേ ഇല്ല, എല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ തോന്നലാണ്. വേദന എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ തോന്നലാണ്. ബ്രെയിനോട് പെയിനില്ല എന്ന് പറഞ്ഞാൽ മതി. എല്ലാ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ട് ഞാനിവിടെ ചുരുണ്ടുകൂടി കിടക്കും. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് സാധാരണ എനിക്ക് ഈ പീരീഡ്സ് ഉള്ള ദിവസം എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചത്, ഓക്കെ, ഫസ്റ്റ് ഡേ എന്തായാലും പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ടയേർഡായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. പക്ഷേ
ഇന്ന് ഞാൻ ചെയ്തു. ഇന്ന് എനിക്ക് പെയിൻ ഇല്ലാന്ന് കണ്ടിട്ടാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി വ്ളോഗ് അവസാനം വരെ പോവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡൊന്നുമില്ല, എനിക്ക് കടയിൽ പോകണം. പെട്ടെന്ന് കടയിൽ പോട്ടെ. മുട്ട, എനിക്ക് നാട്ടിലെ കോഴിമുട്ടനേക്കാളും ടേസ്റ്റ് തോന്നണത് ഈ ഒരു മുട്ടക്കാണ്. എന്താണെന്ന് അറിയില്ല. എൻ്റെ വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ കോഴിമുട്ട എപ്പോഴും കിട്ടുമായിരുന്നു. കോഴിമുട്ടയൊക്കെ തിന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത്. കോഴിമുട്ട താറാവും ഉണ്ടായിരുന്നു. താറാവിൻ്റെ മുട്ട തിന്നണത് ബുദ്ധി വെക്കും എന്ന് കേട്ടിട്ടായിരുന്നു. ഈ മുട്ട തിന്നാൽ എന്ത് വെക്കും എന്നാവോ? അപ്പോൾ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കിട്ടുമായിരിക്കും. ഓവർ പൈസ കളഞ്ഞ് ഗൈനക്കിനെ കാണുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ വല്ല മരുന്ന് വാങ്ങുക. പീരീഡ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ചെയ്യാനുള്ളൂ ഇതിൽ. ഇനി അങ്ങനെ ചെയ്തിട്ടും പീരീഡ്സ് ആവണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് കഴിക്കുക. അല്ലാണ്ട് എനിക്ക് താല്പര്യമില്ല കൂടുതൽ ഹോർമോൺ ഗുളിക അടിച്ച് കയറ്റണതിന്. എനിക്ക് താല്പര്യമില്ല. നിങ്ങളങ്ങനെ ചെയ്യണ്ട. ഭയങ്കര അത്യാവശ്യം കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ചിയേഴ്സ്. അപ്പോൾ ഞാൻ മുട്ട കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ റെഡി ആയിട്ട് എനിക്ക് കടയിൽ പോകണം. എനിക്ക് സീരിയസ്ലി ഞാൻ പറയട്ടെ, ഇപ്പോൾ ചെറുതായിട്ടൊരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മൈൻഡ് ആക്കണ്ട. സാധനം റെഡി ആവാൻ നേരത്താണ് അമ്മ വിളിച്ചത്. കാരണം എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു 2.5 യൂറോയ്ക്ക് ഡോണർ കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എന്തായാലും ഒന്നും കഴിച്ചിട്ടില്ല, 2 പേർക്കും പണിയില്ല. അപ്പോൾ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 1 മണിയായി. ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്നല്ല, 2 മുട്ടയെ പിന്നെ കാപ്പിയും കുടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് കണ്ടോ ഗൈസ്? ഇത് കണ്ടോ? ഇതിൽ ആകെ ഇത്തിരി വാൾനട്ട്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തിന്ന് തീർത്ത്. ഞാൻ ഈ നട്ട്സ് നല്ലതാണെന്ന് കേട്ടിട്ട് വാങ്ങി വെക്കുവേ, എന്നിട്ട് ഞാൻ ഒറ്റയടിക്ക് തിന്നും. അപ്പോൾ എന്തോരം കാലറീസാണ് കയറണത്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പെട്ടെന്ന് തിന്ന് തീർക്കണമല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇപ്പോൾ വിശക്കണോണ്ട് തിന്നണേ. ഇത് വെള്ളത്തിൽ മുക്കി കഴിക്കണമെന്നല്ലേന്ന് കേട്ടിട്ടുണ്ട്. അതിനൊരു വികാരമില്ലാത്തൊരു ടേസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണിത്? എനിക്ക് അത്ര താല്പര്യമില്ല. ഗൈസ്, നല്ല ക്ലൈമറ്റ്, നല്ല വെയിലും കുഞ്ഞിക്കാറ്റും, തണുപ്പില്ല. ശരിക്കും ജാക്കറ്റിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നണം. ഒട്ടും തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. എത്ര ഡിഗ്രി ആണെന്നാവോ? 11 ഡിഗ്രിയാണ്. വെറുതെ അല്ല, വലിയ തണുപ്പൊന്നുമില്ല. ഫുഡ് കഴിക്കണം, അതാണിപ്പോൾ മെയിൻ സന്തോഷം. പറഞ്ഞില്ല ജാക്കറ്റിൻ്റെ ആവശ്യമില്ലെന്ന്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ 2 ചെക്കന്മാർ ജാക്കറ്റൊക്കെ ഇല്ലാണ്ട് ചുമ്മാ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് പോണ്. 11 ഡിഗ്രിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ഇവിടെ ഇങ്ങനെ യൂസ്ഡ് ആവണേന്ന് തോന്നണം. എനിക്കും ഇപ്പോൾ 11 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ വലിയ തണുപ്പല്ല. നാട്ടിലൊക്കെ മറ്റേ 16 ഡിഗ്രിയിലൊക്കെ നമ്മൾ AC ഇടുമ്പോൾ എത്ര തണുപ്പായിരിക്കും അല്ലേ? കൊള്ളാം. ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ വയറുവേദന ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ തോന്നലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിനിൻ്റെ തോന്നലായിരിക്കും. ഗൈസ്, ഞങ്ങൾ എത്തി ഗൈസ്. അവളുടെ അടുത്തുണ്ട് ലിപ്സ്. ഏത്? ബ്ലഡ്, നെയ്യ് ബ്ലഡ്. ഞങ്ങൾ ഡോണർ വാങ്ങി ഗൈസ്. ഞങ്ങൾ കാർഡ് ഉണ്ടായിരുന്നുള്ളൂ, പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. പക്ഷേ ഞങ്ങൾ ഇനി പൈസ എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കണം. ഓഫർ തീർന്നിട്ടാ? ഇന്നും കൂടി ഉള്ള ഓഫർ. ആകെ 2.5 യൂറോക്ക് ഗൈസ്. അങ്ങനെ ഡോണർ വാങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കടയിലോട്ട് വന്നാണ്. പക്ഷെ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടാ. പെയിൻ ഉണ്ട്. ഞാൻ പെയിൻ ഇല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ പുറത്തിറങ്ങി നടന്നപ്പോഴേക്കും പറ്റണില്ല. പക്ഷെ ഞങ്ങൾ പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ട്. പാനിപ്പൂരി തിന്നണം. ചിക്കുൻ്റെ വീട്ടിലത്തെ താക്കോലാണ്. അവരുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. എനിക്കാണെങ്കിൽ ഇനി ഷോപ്പിംഗ് ചെയ്യാനുള്ള, അവിടെ നിൽക്കാനുള്ള ശക്തിയില്ല. അപ്പം എനിക്കൊന്ന് പോയി കിടക്കണം. അപ്പോൾ അവർ വരുമ്പോൾ തിന്നാലോ. ഓക്കെ, കിതക്കുന്നു ഞാൻ. എനിക്ക് നടന്നുകൊണ്ട് സംസാരിക്കാൻ ഓൾറെഡി പറ്റത്തില്ല. കേൾക്കുന്നുണ്ടാന്നാവോ? ഓക്കെ ഗൈസ്, ഞാൻ പോട്ടെ. കുറേ നേരം നടന്നിട്ട് എന്തോ പോലെ ഇരുന്നപ്പോൾ കുറേ സമാധാനമായി. ഇനിയിപ്പോൾ അവർ വരാൻ വെയിറ്റ് ചെയ്യണം. എനിക്കാണെങ്കിൽ പാനിപ്പൂരി കഴിക്കാൻ കൊതിയാവുന്ന. റെഡിമെയ്ഡ് പാനിപ്പൂരി സെറ്റാക്കണം. അത്ര നേരം കിടക്കട്ടെ. അപ്പോൾ ഇനി എനിക്ക് ചിലപ്പോൾ വ്ളോഗ് എടുക്കാൻ എനർജി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം സെറ്റായിരിക്കും പെയിൻ ഇല്ലാണ്ട്. പക്ഷേ അല്ല ഗൈസ്. ഓക്കെ.
ഗൈസ് പാനിപ്പൂരി വന്ന ഗൈസ്. ഇതില് എത്ര പീസസ് ആണുള്ളത്? 30 പീസസ്. 30 പീസ്. ഇത് ഇത്തിരിക്കോളം വെള്ളം ഇട്ടിട്ട് കലക്കേണ്ടി വരും. നമുക്ക് ഗൈസ് ഉപ്പിലിട്ട ആപ്പിൾ. ക്യാരറ്റിനെക്കാളും നല്ലത് ആപ്പിളാണ്. ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാല് ഇല്ല, ഉരുളക്കിഴങ്ങ് അങ്ങനെ ഒന്നുമില്ല. ആകെ ഈ ഒരു സോസും പിന്നെ ഏതാണ് ഗൈസ് അല്ല നിന്റെ മുഖം കണ്ടറിയാതെ ഉരുളക്കിഴങ്ങൊക്കെ വേണമായിരുന്നു. ആ ഉരുളക്കിഴങ്ങിന്റെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു ഗൈസ്. ഉരുളക്കിഴങ്ങിൽ അതിലില്ലല്ലോ, ഉറപ്പല്ലേ? കാര്യം പറയാനുള്ളത് സത്യത്തില് പറ 30 എണ്ണം തീർത്ത് അമ്മ ഒറ്റക്ക്. ഞാൻ സ്ഥിനിയും കൂടെ ഒരു 20 എണ്ണം അമ്മ തിന്നില്ല, ബാക്കി ചിക്കു തിന്നെന്ന് പറ. അവിടെ ഹെറ്റാർന്ന് അല്ല പറയാനുള്ളത് ഗൈസ്. ഇത് വാങ്ങിക്കാൻ നിക്കണവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മസാലയൊക്കെ ഉണ്ടാക്കി തിന്നണമെങ്കിൽ കുഴപ്പമില്ല. സവാള ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല. കാരണം ഈ ഒരു വെള്ളം അമ്മേ പോയാനെ ഈ ഒരു വെള്ളവും ആ സോസ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. തിന്നു സമ്മു ലേസ് തൊടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഓരോന്ന് വാങ്ങി തിന്നല. അൺഹെൽത്തി ആണ് അമ്മു. ഇത് ആപ്പിൾ ആണ് ഇതിന്റെ ഉള്ളില് ഗൈസ്. ഹെൽത്തി ആണ്. ഇത് ടോട്ടലാണ് ഗൈസ്. എത്രയാണ്? സി. എന്റെ ഗ്രേഡ് ഒന്നുമില്ല. ആപ്പിളും അതിന്റെ പൊക്കത്തൊരു ഗോതമ്പിന്റെ എന്തോ സാധനം, പഞ്ചസാര. ഇത് ആപ്പിള് ചതച്ചരച്ചിട്ടേക്കണാണ്. അതിന്റെ ഇത്തിരി കോളം പഞ്ചസാര. അമ്മൂനൊരു ലേസ് കൈ കൊടുത്ത് അവിടെ ഇരുന്ന് തിന്നോളൂ. അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളൊന്നും കാണണ്ടാവില്ല. ശരിക്കും 2.5 യൂറോയ്ക്ക് ഡോണർ കഴിക്കാൻ പോയതാണ്. എന്തൊക്കെ വാങ്ങിയെന്നറിയില്ല, എന്തൊക്കെ തിന്നെന്നറിയില്ല. പാനിപ്പൂരി വാങ്ങി, ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്, ആപ്പിൾ ടാഷ് വാങ്ങി, എന്തോ ആപ്പിളിൻ്റെ വെള്ളം വാങ്ങി, ലേസ് വാങ്ങിയാള്. എപ്പോഴും അതെ, എന്തെങ്കിലും ഒരു സ്ഥലത്ത് ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിയാൽ പോണ വഴി ഫുള്ളും നഷ്ടങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ റൂമെത്തി. ശരിക്കും പറയാല ഞാൻ ഭയങ്കരമായിട്ട് അഹങ്കരിച്ചു, എനിക്ക് പെയിനില്ല എന്ന്. പക്ഷേ അഹങ്കാരമൊക്കെ എല്ലാം തീർന്നിട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അതിനാണ് സവാള ഇല്ലാണ്ട് സവാള വാങ്ങിച്ചിട്ട് വന്നത്. നല്ല ചോറും എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം എന്നുണ്ട്. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നല്ലാണ്ട് കഴിക്കാൻ വേറെ നിവർത്തിയില്ല ഗൈസ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ നൂഡിൽസാണ്. അതാണെങ്കിൽ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നണില്ല. എനിക്ക് അത് കാണുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു. പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഐസ്ക്രീമൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് സിനിമയും കൂടി വെച്ചിട്ട് ഒന്ന് ചില്ല് ചെയ്യാം. ഫുള്ള് കോഫിയുടെ തിരാമിസു മോഡൽ ഐസ്ക്രീമാണ്. ശരിക്കും പീരീഡ്സ് ആകുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ആവും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ അതിൽ കയറി പിടിക്കും നമ്മൾ പെട്ടെന്ന് മൈൻഡ്. അത് ഒരു പ്രശ്നമാണ്. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മൈൻഡ് ഡൈവേർട്ട്. പക്ഷെ ഇത് ഒറ്റക്കാകുമ്പോഴേ പ്രശ്നമാണ്. അതാണ് ഞാൻ വന്നപ്പോൾ തന്നെ സിനിമയൊക്കെ വെച്ചത്. സിനിമ എന്തെങ്കിലും വെക്കണം, കാണണം, അപ്പോൾ മൈൻഡ് ഡൈവേർട്ടാവും. എന്താണ് ഇത്ര കുഴപ്പം നിങ്ങൾ ചിന്തിക്കില്ലേ? ശരിക്കും പെയിൻ വന്നൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തോളാം. എനിക്ക് പെയിൻ എങ്ങനെയാണ് വീഡിയോയിൽ കാണിക്കാൻ പറ്റുക? പെയിൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ടെന്നല്ലേ പറയാൻ പറ്റുക? ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഒരു പെയിൻ ഉണ്ടെങ്കിലും ഫീൽ ചെയ്യണില്ല. പക്ഷേ സംഭവം എനിക്ക് കുറച്ച് മുന്നേ എനിക്ക് നടുവിന് ഭയങ്കര പെയിൻ ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനെ വരാത്തതാണ്. പക്ഷെ ഇപ്രാവശ്യം നടുവിന് ഇത്തിരി അല്ല, എനിക്കറിയില്ല. അതൊക്കെ പറയണതിനാ. നമുക്ക് സിനിമനെ പറ്റി പറയാം. മിണ്ടിയും പറഞ്ഞു നല്ല പടം ഇരിക്കുമോ? ഉണ്ണി മുകുന്ദനും അപർണയുടെ
ഞാൻ ഒന്ന് കടയിൽ പോയപ്പോൾ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് ഞാൻ പഴുത്ത മാങ്ങയാണ് വാങ്ങിയത്. എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് തിരഞ്ഞ് പഴുത്ത മാങ്ങയാണ് വാങ്ങിയത്. ഓഫർ ഉണ്ടായിരുന്നു €1. എന്ന് വെച്ചാൽ നാട്ടിലെ 100 രൂപ. മുളകും ഉപ്പൊക്കെ തേച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ നൂഡിൽസ് എനിക്ക് കഴിക്കാൻ ഒട്ടും തോന്നണില്ല. പക്ഷെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടല്ലോ, ഇത് കണ്ടിട്ട് ബിസ്ക്കറ്റ് കഴിക്കാം. ഓക്കെ. ഓ ഗൈസ്, പെട്ടെന്ന് പുഴുവാണെന്ന് വിചാരിച്ച് പകുതി തിന്നും പോയി. പുഴുവല്ല ഗൈസ്. ഐസ്ക്രീമിലും പാനിപ്പൂരിയിലും മാങ്ങയിലൊന്നും ഒതുങ്ങിയില്ല എൻ്റെ കൊതി. അവസാനം ഞാൻ നൂഡിൽസ് തന്നെ എടുത്തു. ഇതെങ്കിലും കഴിച്ചിട്ടൊന്ന് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. ഇതെനിക്ക് കഴിക്കാൻ മൂടില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം ഒന്നുമില്ലാഞ്ഞിട്ട് ഇത് കഴിക്കണേണ് ഞാൻ. ഇനിയിപ്പോൾ നൂഡിൽസ് തിന്നാം. ഇന്ന് തിന്നതിൽ കൂടത്തി ഭേദം ഇതാണ്, പിന്നെ ആപ്പിൾ ടാഷ്. ഗൈസ്, ഇതോടെ വ്ളോഗ് നിർത്താൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഞാൻ പോണേണ്, ഇനി എനിക്ക് പറ്റത്തില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ്. ബൈ ബൈ.